ഗ്രീക്ക് അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും കപ്പൽ കയറി വന്നവരാണ്. അതിനുശേഷം അവർ വന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു. അങ്ങനെ കുഞ്ഞു പ്രായത്തിലുള്ള വിവാഹവും ആ സമയത്തുള്ള കുറേ കുട്ടികളെ പ്രസവിക്കലും അവരെ വളർത്തലും അതൊക്കെ എന്ത് കഠിനമായൊരു ത്യാഗത്തിലൂടെ അവർ കടന്നു വന്നതെന്ന് നമ്മളൊരമ്മയാകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. അതുവരെ അതെല്ലാം നമുക്ക് അത്ര വാല്യുബിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അന്യനാട്ടിലോട്ടൊക്കെ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്കൊന്നും അല്ലെങ്കിൽ നമുക്ക് ആരുമില്ലായിരുന്നു, നമുക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ലായിരുന്നു അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാലും അത്ര സപ്പോർട്ടീവായിട്ട് ആരും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം അതാണ് അമ്മയെന്ന നല്ല ഒരു എന്താ പറയുന്ന ഇത്രയും പൗഴം മുത്തെന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ അമ്മയെ. അതുപോലെ ജീവനായിരുന്നു. ഞാൻ ഏറ്റവും ഇളയതായിരുന്നു. അപ്പോൾ അത്രയും എന്നെ അടിച്ചിട്ടേ ഇല്ല. പക്ഷെ ഫാദർ ഒരു 10 വയസ്സ് വരെ അടിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജിലേക്ക് വൈകി വന്നതിന് 17 വയസ്സിൽ ഒരു അടി കിട്ടി. അങ്ങനെ ഉള്ള ചില അടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫാദർ എന്തേലും മീൻസ് നിസ്സാര കാര്യങ്ങൾക്കൊന്നും വന്ന് ഓടി അടിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ കാര്യമായ പറഞ്ഞിട്ട് പോകാതിരിക്കുക, ലേറ്റായി വരുന്നതൊന്നും പുള്ളിക്കൊട്ടും പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പിന്നെ പറഞ്ഞിട്ട് പോയ പണികൾ ചെയ്യാതിരിക്കുമ്പോഴും അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയ പണികളൊക്കെ വൃത്തിയായിരിക്കണം. അതൊക്കെ ഇല്ലാതെ അങ്ങനെ വെള്ളം കൊരിയൊക്കെ വെക്കാൻ പറയുന്ന കാര്യങ്ങളും വെളിയിലുള്ള കുറച്ച് പണികളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും. അതൊന്നും വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ചെറിയ അടി തരുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമതകളൊക്കെ ഉള്ള കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു വന്നത്. പക്ഷേ അതിൽ നന്മയ്ക്കായിരുന്നെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അന്നും പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പകാലങ്ങളിലാണെങ്കിൽ ചില മനസ്സിലാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് എല്ലാവർക്കും ഉണ്ടാകത്തില്ലല്ലോ. അത് എനിക്ക് ചെറുപ്പത്തിലെ അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയിരുന്നു. അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയാത്ത ആളുകളാണ്. എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞ ആളുകളെ ഞാൻ ഒരു കുറ്റം പറയാൻ തയ്യാറില്ല. അവരുടെ ഭാഗത്തും പല കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ അത് ഒരു കുറ്റമേ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇന്നെൻ്റെ ജീവിതം ഇന്ന് വരെ ഇവിടെ കൊണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സപ്പോർട്ടാണ്. ആ പാരൻസ്